ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ 25% താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അമേരിക്ക. നാളെയാണ് ഇത് ഇഫക്റ്റീവ് ആവുന്നത്. പക്ഷേ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല എന്നുള്ളത്. എന്നിരുന്നാലും ഒഫീഷ്യലി 25% താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള വേറെ ഫൈനും ഉണ്ടായിരിക്കും എന്നുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് എന്തായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ടാവും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നീജർക്ക് റിയാക്ഷൻസ് എല്ലാ മാർക്കറ്റുകളിലും ഉണ്ടാവുന്നതാണ്. പാനിക് ആവേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം ഇന്ത്യൻ എക്കണോമി പഴയ ഇന്ത്യൻ എക്കണോമിയുടെ സ്റ്റാറ്റസിലല്ല ഇന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സോ ഒന്നുമല്ല, മറിച്ച് ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ നീജർക്ക് റിയാക്ഷനിലൊക്കെ ലോങ് റണ്ണിലേക്ക് നല്ല സ്റ്റോക്കുകൾ വാങ്ങാനുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ദൗ ജോൺസ് സ്ലൈറ്റ്ലി വീക്കായിരുന്നു, S&P 500 സ്ലൈറ്റ്ലി വീക്കായിരുന്നു, നാസ്ഡാക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം റസൽ 2000 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. 4.25-4.5% ഈ വർഷം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും റിസൾട്ടുകൾ ഇന്നലെ അമേരിക്കയിൽ ട്രേഡിങ്ങിന് ശേഷം അനൗൺസ് ചെയ്തിരുന്നു. എക്സലൻറ്റ് റിസൾട്ടുകളാണ് ഈ രണ്ട് കമ്പനികളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ അവേഴ്സിൽ മൈക്രോസോഫ്റ്റ് അറൗണ്ട് 8-9% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റ പ്ലാറ്റ്ഫോം അറൗണ്ട് 10-12% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ് ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചും. ഇന്ന് ഒരു പക്ഷേ അമേരിക്കയിൽ ട്രേഡിംഗ് ആരംഭിക്കുമ്പോൾ ലോകത്തിലെ $4 ട്രില്യൺ മറ്റൊരു കമ്പനിയും കൂടി ഉണ്ടാവാൻ പോവുകയാണ്, മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ഇന്നൊരു പക്ഷേ ഉയർന്നേക്കാം. 8-9% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ അടുക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു റൈസ് ആഫ്റ്റർ അവേഴ്സ് മാർക്കറ്റിലത്തെ റൈസ് നോർമൽ ട്രേഡിങ്ങിൽ റിഫ്ലക്റ്റഡ് ആവുകയാണെങ്കിൽ. ഒപ്പം അമേരിക്കയിൽ വീണ്ടും ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. കോപ്പർ ഇമ്പോർട്ടിന്മേൽ, റിഫൈൻഡ് കോപ്പർ ഇമ്പോർട്ടിന്മേലുള്ള ഡ്യൂട്ടി വീണ്ടും അമേരിക്ക 50% എന്നുള്ളത് മാറ്റിയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയിലത്തെ കോപ്പർ പ്രൈസ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിനേക്കാളും 28% ഹൈ ആയിരുന്നു. ആ പ്രീമിയം ഒക്കെ ഈ അനൗൺസ്മെൻറ്റോട് കൂടി താഴെ പോയിരിക്കുകയാണ്. വലിയ ലോസസ് ആണ് ഇത്തരത്തിൽ വലിയ താരിഫ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അമേരിക്കയിലത്തെ ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഒപ്പം കോപ്പർ പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ച് വളരെ നല്ല ന്യൂസാണ്. ഗ്ലോബലി എല്ലാ കോപ്പർ പ്രൊഡ്യൂസിങ് കമ്പനികളും ഇന്നും മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിനി അമേരിക്കയിൽ വരാനുള്ള Q2 റിസൾട്ടുകൾ, മേജർ റിസൾട്ടുകൾ ആമസോണിൻ്റെയും ആപ്പിളിൻ്റെയും Q2 റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ NVIDIA വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.37 ട്രില്യൺ ആണ്. ഒപ്പം ബ്രോഡ്കോം മറ്റൊരു ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.43 ട്രില്യൺ ആണ്. ഇന്ന് മോർണിംഗിൽ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ പുറത്തു വന്നിട്ടുള്ള എക്കണോമിക് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 350-400 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ജാപ്പനീസ് നിക്കായി ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിൽ പുറത്തു വന്നിട്ടുള്ള മാനുഫാക്ചറിങ് ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ജൂലൈയിലത്തെ. അതുകൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റുകളിലുണ്ട്. ഒപ്പം ഹോങ്കോങ് മാർക്കറ്റുകളും കൊറിയൻ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിലെ സ്റ്റോക്കുകളിലൊക്കെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. ജ്വല്ലറി, ജെംസ്, അതുപോലെ തന്നെ കോട്ടൺ ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ഈ സ്റ്റോക്കുകളിലൊക്കെ നെഗറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. ഒപ്പം നമ്മുടെ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള IPOസിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റി ലിമിറ്റഡ് ഇന്നലെ തന്നെ 3.86 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. MNB എഞ്ചിനീയേഴ്സ് 0.7 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. NSDL 0.78 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ആദിത്യ ഇൻഫോടെക് 7.27 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഈ IPOസിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്.
ഒപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് വരെ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ വന്നിരുന്നു. ടാറ്റ സ്റ്റീൽ, എം&എം മറ്റു പല കമ്പനികൾ അനൗൺസ് ചെയ്തിരുന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ടാറ്റ സ്റ്റീലിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഇന്ന് കണ്ടേക്കാം. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 316.50 പെർ ഷെയർ ആയിട്ട് വാറണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പെർ വാറണ്ടായിട്ട് 316 രൂപ 50 പൈസ പെർ വാറണ്ടായിട്ട് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് കൂട്ടാനാണ്. തീർച്ചയായിട്ടും ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് പ്രൈസിലും അതുപോലെ തന്നെ മറ്റ് സിൽവർ പ്രൈസിലൊക്കെ വീണ്ടും ഒരു അപ്രീസിയേഷനാണ്. കാരണം നമ്മുടെ റുപ്പി 87.63 താന്നിരിക്കുകയാണ്. താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഫാള് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡ് ഡിസിഷൻ ഗോൾഡിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $3292 പെർ ഔൺസിനാണ്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ LMEയിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിങ്ക്, അലുമിനിയം ഒക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലാണ് മുന്നേറിയിരിക്കുന്നത്. $82.4 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വളാറ്റിലിറ്റിയാണ്. ഇനിയും ജർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടായേക്കാം താരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു പക്ഷേ 150-200 പോയിൻ്റൊക്കെ താഴെ ഓപ്പൺ ചെയ്തേക്കാം. നമ്മളെ സംബന്ധിച്ച് വലിയ ഭീതിക്കുള്ള കാരണമൊന്നുമല്ല ഇത്തരത്തിലുള്ള താരിഫ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടഫ് മെഷേഴ്സൊക്കെ തരണം ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഓരോ ഫാളിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഒപ്പം ശനിയാഴ്ച നമ്മൾ പുലാമന്തോൾ വെച്ചൊരു ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഫുൾ ഡേ പ്രോഗ്രാമാണ്. 9:30 മുതൽ 4 മണി വരെയാണ് പ്രോഗ്രാം. പുലാമന്തോളും പരിസരത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.